എന്നാൽ അർഷിലേക്ക് എത്തി നോക്കുമെന്ന് അതല്ലെങ്കിൽ അർഷിലുള്ളത് വായിക്കും എന്ന് പറഞ്ഞ ഒരു സഹീഹായ ഒറ്റൊരു ഹദീസ് അതുകൊണ്ടെന്നാൽ മതി. അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മളത് സ്വീകരിക്കും, ഒരു പ്രശ്നമില്ല. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ലൗഹുൽ മഹ്ഫൂദിൽ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെ ഇബ്നു തൈമിയ മനസ്സിലാക്കിയത്? ഇത് ഇബ്നുൽ ഖയ്യിം ഉദ്ധരിക്കുന്നു. മുശ്രിക്കാണോ ഇബ്നുൽ ഖയ്യിം? കണ്ടു എന്ന് പറഞ്ഞാൽ ലൗഹുൽ മഹ്ഫൂദിൽ അങ്ങനെ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇബ്നു തൈമിയ മുശ്രിക്കാണോ? അപ്പോൾ ഇയാളിപ്പോൾ പ്രത്യേകം എടുത്ത് പറഞ്ഞത് കണ്ടു എന്ന് പറഞ്ഞ ഇബ്നു തൈമിയ മുശ്രിക്കാണോ എന്നാണ്. ഇബ്നു തൈമിയ ലൗഹുൽ മഹ്ഫൂദിൽ കണ്ടു എന്നത് ഇബ്നു തൈമിയ പറഞ്ഞ് കാണിച്ചു തരണം. വഹുവ സിഫത്തുൻ തഖ്തസ്സു ബില്ലാ. ഇത് ഈ ഇൽമുൽ ഗൈബ് എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് മാത്രം ഖാസായ പ്രത്യേകമായ സിഫത്താണ്. ഇങ്ങനെയൊക്കെ എഴുതി വെച്ചത് ആരെന്നെയാണ്? ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാ. ഈ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാ ഒരിക്കലും ചെയ്യൂല, നേരത്തെ പറഞ്ഞ പോലെ വാചകം പറയില്ല. നമുക്കറിയാൻ കഴിഞ്ഞ ഒരു പ്രൂഫ് പോയിന്റിൽ തന്നെ ഇമാം ഇബ്നു ഹജർ അസ്ഖലാനിയുടെ ഫത്തുഹുൽ ബാരിയിലെ ചർച്ചകൾ നമ്മൾ അതിനൊരു മറുപടി ആയിട്ട് ഒരു മുസ്ലിയാർ എന്തിട്ടുണ്ട്, അദ്ദേഹം അത് വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കണം ഷബീർ സലാഹി. ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലയുടെ ഫത്തുഹുൽ ബാരിയിൽ വന്നൊരു ഇബാറത്ത്, ആ ഇബാറത്തിനെ അദ്ദേഹം കൊണ്ടുവരുന്നത് ജിഫ്രി മുത്തുക്കായ തങ്ങൾ അദ്ദേഹം ഔലിയാക്കൾക്ക് അർശിലുള്ള കാര്യങ്ങൾ നോക്കി വായിക്കാൻ കഴിയും എന്ന് പറഞ്ഞ ഒരു പ്രസ്താവന നടത്തിയപ്പോൾ നമ്മളൊരു പ്രൂഫ് പോയിന്റിൽ അതിൻ്റെ യാഥാർത്ഥ്യം ഒരിക്കലും അർശിലുള്ള കാര്യം ഒരാൾക്കും നോക്കി വായിക്കാൻ കഴിയില്ല എന്നതും മറ്റൊക്കെ നമ്മൾ പറഞ്ഞു. ആ പറഞ്ഞപ്പോൾ അതിനുള്ള മറുപടി ആയിക്കൊണ്ടാണ് മുസ്ലിയാർ വന്നത്. മുസ്ലിയാർ വന്നപ്പോൾ അദ്ദേഹം ഗസാലി പറഞ്ഞ ഇമാം ഗസാലിയുടെ ഒരു കൗലെടുത്തുകൊണ്ട് പറഞ്ഞപ്പോൾ ആ സംഭവം ഫത്തുഹുൽ ബാരിയിൽ വന്ന ഭാഗം നമ്മളത് വിശദമായി വിശദീകരിച്ചു. അപ്പോൾ വിശദീകരിച്ച സമയത്ത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് സ്വാഭാവികമാണ് കുറേ കിതാബൊക്കെ അറിയുന്ന ഒരാളാണ് എന്നൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടി അപ്പോൾ ആ നിലക്കൊക്കെ പറഞ്ഞു നിങ്ങളാരും നമ്മളോട് പഠിപ്പിക്കാൻ വരണ്ട എന്നൊക്കെയുള്ള നിലക്ക് പറഞ്ഞുകൊണ്ട് കുറേ പ്രയോഗങ്ങൾ പ്രയോഗിച്ചു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ല ഫത്തുഹുൽ ബാരിയിൽ പറഞ്ഞത് നമ്മൾ വായിച്ചു. വ അന്നഹു അഷാറ ഇല കലാമിൽ ഹലീമി, അതായത് ഗസാലി അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത് അത് അതാണ് ഹലീമിയുടെ. ഹലീമി എന്ന് പറഞ്ഞാൽ സൂഫി പണ്ഡിതനാണ്, അതത്രേ ഉള്ളൂ. ഹലീമി തങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ഇതെന്തോ നബിൻ്റെ പേരക്കുട്ടിയാണെന്നൊന്നും ആരും വിചാരിക്കണ്ട, ഇത് ഒരു സൂഫി പണ്ഡിതൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കലാമിനെന്താക്കുകയാണ് അതിലേക്കുള്ള സൂചനയാണ് ഇമാം ഗസാലി നൽകിയത് എന്നിട്ട് പറഞ്ഞിട്ട് ഇബ്നു ഹജർ പറഞ്ഞു ഫഇന്നഹു മഅ തകല്ലുഫിഹി ലൈസ അലാ യഖീനിൻ അന്നല്ലദി ദക്കറഹു ഹുവൽ മുറാദ്. അതായത് ഇമാം ഗസാലിക്ക് പോലും ഉറപ്പില്ല, എന്തുറപ്പില്ല, ഈ പറഞ്ഞത് അത് ഈ സ്വപ്നമെന്ന് പറയുന്നത് നുബുവത്തിൻ്റെ എത്ര ശാഖയിൽപ്പെട്ടതാണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ എണ്ണിയ സംഭവം അതാണ്. ആ എണ്ണത്തിൽ അത് ഉറപ്പില്ല എന്നുള്ളതാണ് പറഞ്ഞത്, അല്ലാതെ ഈ സംഭവം ഉറപ്പില്ല എന്ന് അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഇങ്ങനെ കിടന്ന് അങ്ങോട്ടും മറിഞ്ഞ് ഇങ്ങോട്ടും മറിയുന്ന ഒരു രീതിയാണ് ഇതിൽ കാണുന്നത്. നമ്മളതിൽ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ല, ഇബ്നു തൈമിയ്യ എന്ന് പറയുമ്പോൾ ഇവൽക്കത് എന്താണ് ആകെ ബേജാറാണ്. കാരണം ഇവൽക്കത് ഈ എന്താ പറയുക ഷൈഖുൽ ഇസ്ലാം എന്നൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഇടങ്ങാറ്. കാരണം ഇവരെ അശ്അരിയത്തിനെ മുഴുവൻ പൊളിച്ച് എറിഞ്ഞ് യഥാർത്ഥ അഹ്ലുസുന്നയുടെ മുഖം സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്ത ആളാണ്. അതുപോലെ തന്നെ ഇവരെ ഇസ്തിഗാസ ഇവരുടെ തവസ്സുലൊക്കെ ആ നിലക്ക് പൊളിച്ച ആളാണ് ഇബ്നു തൈമിയ്യ. ഇബ്നു തൈമിയ്യ റഹിമഹുല്ല ഇവിടെ പറഞ്ഞൊരു വളരെ സുന്ദരമായൊരു കാര്യമുണ്ട്. പ്രത്യേകിച്ചും അഖീദയുടെ വിഷയങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അഖീദയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ മജ്മുഉൽ ഫത്താവയിലെ 3-ാമത്തെ മുജല്ലദിൽ പ്രത്യേകം പറയുന്ന കാര്യമാണ് അമ്മ അൽ ഇഅ്തിഖാദു ഫലാ യുഖദു അന്നി വലാ അമ്മൻ ഹുവ അക്ബറു മിന്നി ബൽ യുഖദു അനില്ലാഹി വ റസൂലിഹി വമാ അജ്മഅ അലൈഹി സലഫുൽ ഉമ്മ. അഖീദ എന്നുള്ള നിലക്ക് വിശ്വാസകാര്യം എന്നുള്ള നിലക്ക് ഒരു കാര്യം നമ്മൾ എടുക്കുമ്പോൾ എന്താണ് ഒരു വിശ്വാസിയുടെ നിലപാട്? അതാണ് ഫലാ യുഖദു അന്നി, എന്നെ തൊട്ട് നിങ്ങൾ എന്താക്കണ്ട, ഞാൻ പറഞ്ഞു എന്നുള്ളത് നിങ്ങൾ എടുക്കണ്ട. വലാ അമ്മൻ ഹുവ അക്ബറു മിന്നി, എന്നെക്കാൾ വലിയ ഇമാമുമാരും പണ്ഡിതന്മാരും പറഞ്ഞാൽ നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല. ബൽ യുഖദു അനില്ല, ബൽ യുഖദു അനില്ല, നമ്മൾ അത് അള്ളാഹുവിൽ നിന്നാണ് അത് എടുക്കുക. നമ്മൾ എടുക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ നിന്ന് എടുക്കുക എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിൽ ഇനി നാളെ പറയാൻ നിൽക്കണ്ട, അള്ളാഹുവിൽ നിന്ന് നേരിട്ട് വഹി എന്താണ് ഇബ്നു തൈമിയ്യ കിട്ടുന്നുണ്ടെന്ന് മൂപ്പര് പറഞ്ഞിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ ഒരു ക്ലിപ്പ് അവസാനം നമുക്ക് ഇടാം. കാരണം മൂപ്പര് ഇബ്നു തൈമിയ്യൻ്റെ പേരിൽ പറഞ്ഞ കളവ് നമുക്ക് അവിടെ പിടിക്കാനുണ്ട്. അപ്പോൾ അതായത് ബൽ യുഖദു അനില്ല, നമ്മളത് അള്ളാഹുവിൽ നിന്ന് എടുക്കും എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിൽ നിന്ന് നമ്മളെടുക്കും. അതുപോലെ തന്നെ വ റസൂലിഹി, ഐബിയായ ഇഅ്തിഖാദിയായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കുക അള്ളാഹിൻ്റെ റസൂലിൻ്റെ അടുക്കൽ നിന്നാണ്. വമാ അജ്മഅ അലൈഹി സലഫുൽ ഉമ്മ,
മുൻഗാമികളായ ഉമ്മത്തിലെ സലഫുകളായ ആളുകൾ ഇജ്മായിലായ കാര്യത്തിൽ നിന്നാണ് ഇതെടുക്കുക എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ ഈ എണ്ണിപ്പറഞ്ഞ കാര്യങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പോൾ ഹലീമി എണ്ണിപ്പറഞ്ഞതിൽ സഹിഹായ കുറേ സംഭവങ്ങളുണ്ട്. എന്നാൽ അർഷിലേക്ക് എത്തി നോക്കുമെന്ന് അതല്ലെങ്കിൽ അർഷിലുള്ളത് വായിക്കും എന്ന് പറഞ്ഞ ഒരു സഹിഹായ ഒറ്റൊരു ഹദീസ് അത് കൊണ്ടുവന്നാൽ മതി. അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മളത് സ്വീകരിക്കും, ഒരു പ്രശ്നമില്ല. ഇത് അമ്പിയാക്കൾ മുത്തുക്കോയ തങ്ങൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഔലിയാക്കൾക്കൊക്കെ നോക്കിയെടുക്കാൻ പറ്റുന്നതാണ്. നമ്മൾ പണ്ട് പ്രൂഫ് പോയിന്റിൽ എടുത്തിട്ടുണ്ട്. എ പി സുന്നിക്കാർ ഔലിയാക്കൾ നോക്കിയപ്പോൾ ഈക്കക്കാർ ഇവ നരകത്തില്ല, ഈക്കക്കാർ ഔലിയാക്കൾ മേപ്പിട്ട് നോക്കിയപ്പോൾ എ പിക്കാർ നരകത്തിലാണ്. അപ്പോൾ ഇവർ ഏത് അർഷിലേക്കാണ് നോക്കേണ്ടത് നമുക്കറിയില്ല. ഏതായിരുന്നാലും ഈ പറഞ്ഞ പോലെ അർഷിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് അത് വായിക്കാൻ പറ്റുമെന്നതിന് എന്ത് വേണം? സഹിഹായ ഹദീസ് വേണം. ഒന്നും വേണ്ട, വിശുദ്ധ ഖുർആനിൽ അത് അള്ളാഹ് പറഞ്ഞെങ്കിൽ നമുക്കത് എടുക്കാം. സഹിഹായ ഹദീസിലുണ്ടെങ്കിൽ അതെടുക്കാം. ഇനി ഇജ്മാ കൊണ്ടുവരട്ടെ, അഹ്ലുസുന്നയുടെ ഇജ്മാ കൊണ്ടുവരട്ടെ, അജ്മാഉൽ ഉലമാഉ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരട്ടെ, അങ്ങനെയാണെങ്കിൽ നമുക്കത് എടുക്കുക. അതുകൊണ്ടാണ് ഇവിടെ പ്രത്യേകമായിക്കൊണ്ട് നമ്മൾ ഇബ്നു ഹജറിനെ പ്രത്യേകം എടുത്തു പറഞ്ഞത് അലുന്നുഹു അഷാറ ഇല കലാമിൽ ഹലീമി ഫഇന്നഹു മഅ തകല്ലുഫിഹി ലൈസ അലാ യഖീനിൻ അന്നല്ലദീ ദക്കറഹു വൽ മുറാദു വല്ലാഹു അലം എന്ന് പറഞ്ഞത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇത് ഇദ്ദേഹം ഭയങ്കര പ്രയാസപ്പെട്ടുകൊണ്ടാണ് ഇത് എണ്ണി എന്താക്കേണ്ടത്, ഈ 60 ചില്ലാനത് ആക്കാൻ വേണ്ടി പ്രയാസപ്പെടുന്നത്. ആ ഒരു പ്രയാസം ആ ഒരു കാര്യം വെച്ചിട്ടാണ് പറയേണ്ടത്. ആ തക്കല്ലുഫ് ഇതിൽ നിന്ന് തന്നെ ഇതൊരു ഉറപ്പിൻ്റെ മേലല്ല എന്നത്, അഥവാ ഖുർആനിലുള്ളതല്ല അത്, ഹദീസിലുള്ള അതെന്നുള്ളത് അതിൽ തന്നെ സ്ഥിരപ്പെടും. ഇനി അതിൽ പലതും ഹദീസിൽ സ്ഥിരപ്പെട്ട കാര്യങ്ങളാണ്. എന്നാൽ ഈ ഗൈബ് എന്നുള്ള നിലക്ക് അതല്ലെങ്കിൽ ഈ പറഞ്ഞ അർഷിലേക്ക് നോക്കി വായിക്കുമെന്നുള്ള സാധനം അതിന് സഹിഹായ ഒരു ഹദീസ് ഉണ്ടെങ്കിൽ നമുക്കതെന്തൊക്കെ അംഗീകരിക്കാം. ഇപ്പോൾ ഇതേ സംഭവത്തിൻ്റെ തുടക്ക ഭാഗത്ത് ഇമാം ഖത്താബിയെക്കുറിച്ചും അത് ഇമാം ഖത്താബിയിൽ നിന്നുള്ള കാര്യങ്ങൾ എന്താക്കുന്നുണ്ട് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ല ഇതേ എന്താണ് പറയുക ഫത്ഹുൽ ബാരിയിൽ ഇതേ ഹദീസിൻ്റെ വിശദീകരണത്തിൽ പറയുന്നത് കാണാൻ പറ്റും. അപ്പോൾ അദ്ദേഹം പറയുന്നത് വഖദ് സബഖൽ ഖത്താബി ഇല ഇൻകാരി ഹാദിഹിൽ മുനാസബ ഫഖാല കാന ബഅദു അഹ്ലിൽ ഇൽമി യഖൂലൂന ഫീ തഅവീലി ഹാദൽ ആദദി ഖൗലൻ ലാ യഖാദു യതഹഖഖ്. ഒരു സ്ഥിരീകരണവും ഇല്ലാത്ത രൂപത്തിലുള്ള വർത്തമാനങ്ങളാണ് പല ആൾക്കാരും എന്താക്കിയിട്ടുള്ളത് ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. അഥവാ തഅവീലിൻ്റെ പേരും പറഞ്ഞിട്ട് എന്താക്കുകയാണ് ഓരോ ആളുകൾ എന്താക്കിയിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞതിന് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് എന്താക്കി ഇവിടെ എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ. അതല്ലാതെ ഇബ്നു ഹജർ ഇതിനെ അംഗീകരിക്കുന്നു എന്നുള്ളവർക്ക് പറഞ്ഞല്ല. ഇബ്നു ഹജർ അസ്ഖലാനിയുടെ ഫത്തുൽ ബാരിയിൽ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് പഴച്ച ആളുകളെ വാദം പറയാറുണ്ട്. അതുപോലെ തന്നെ നാട്ടിൽ വന്നിട്ടുള്ള ആ കാലഘട്ടത്തിലുണ്ടായ മഷ്ഹൂറായിട്ടുള്ള പല കാര്യങ്ങളും എടുത്തു പറയാറുണ്ട്. ആ പറഞ്ഞ കൂട്ടത്തിൽ ഇതേപോലെ എന്താക്കിയിട്ടുണ്ട് ഗസാലിയുടെ ഈ കൗല് എടുത്തു പറഞ്ഞിട്ട് പറയാം. ഗസാലിക്ക് അത് ഹലീമിയിൽ നിന്ന് കിട്ടിയതാണ് എന്നുള്ള കാര്യം എന്താക്കി അത് പറയുകയും ചെയ്തു. ഇത്രേ ആ വിഷയത്തിൽ എന്തായിട്ടുള്ളൂ വന്നിട്ടുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ അതുമായി ബന്ധപ്പെട്ട് തിരിച്ചറിയേണ്ടത് എന്നതാണ് പ്രത്യേകമായി കൊണ്ട് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇനി നമുക്ക് ആ ക്ലിപ്പൊന്ന് കേട്ടോക്കെ അയാൾ ഇബ്നു തൈമിയ്യയുടെ പേരിൽ നടത്തുന്ന തട്ടിപ്പ് താർത്താരികളുമായി ബന്ധപ്പെട്ട ഒരു അക്രമത്തെക്കുറിച്ച് അതിനെക്കുറിച്ച് ഇബ്നു തൈമിയ്യയോട് ചോദിച്ചു. അപ്പോൾ ഇബ്നു തൈമിയ്യ പറഞ്ഞത് വിജയിക്കും എന്ന് പറഞ്ഞു. ബാക്കി കേൾക്കാം. വിജയമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ ഇൻഷാ അല്ലാഹ് പറഞ്ഞത് തഹ്‌ഖീഖ് നിലക്കല്ല ഉറപ്പൻ തഹ്‌ഖീഖ് നിലക്കുള്ള ഇൻഷാ അല്ലാഹ് തന്നെയാണ് അത് സംഭവിക്കും. വീണ്ടും അദ്ദേഹത്തോട് ഇങ്ങനെ ആളുകൾ ആദ്യം അങ്ങനെ ഉറപ്പിച്ചു പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ലാ തുക്സിറുങ്ങൾ ഇങ്ങനെ കൂടുതൽ ചോദിക്കണ്ട, കതബല്ലാഹു തആല ഫിൽ ലൗഹിൽ മഹ്ഫൂദ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ലൗഹുൽ മഹ്ഫൂദിൽ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെ ഇബ്നു തൈമിയ്യ മനസ്സിലാക്കിയത്? ഇത് ഇബ്നുൽ ഖയ്യിം ഉദ്ധരിക്കുന്നു. മുശ്രിക്കാണോ ഇബ്നുൽ ഖയ്യിം? കണ്ടു എന്ന് പറഞ്ഞ ലൗഹുൽ മഹ്ഫൂദിൽ അങ്ങനെ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞ ഇബ്നു തൈമിയ്യ മുശ്രിക്കാണോ? ഇപ്പോൾ ഇയാളിപ്പോൾ പ്രത്യേകം എടുത്ത് പറഞ്ഞത് കണ്ടു എന്ന് പറഞ്ഞ ഇബ്നു തൈമിയ്യ മുശ്രിക്കാണെന്നാണ്. ഇബ്നു തൈമിയ്യ ലൗഹിൽ മഹ്ഫൂദിൽ കണ്ടു എന്നത് ഇബ്നു തൈമിയ്യ പറഞ്ഞ് കാണിച്ചു തരണം. അതാണ് ഞാൻ അന്ന് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനതല്ല പറഞ്ഞത്, ഇബ്നു ഖയ്യിം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ്. ഇബ്നു ഖയ്യിമും ഇബ്നു തൈമിയ്യ ലൗഹിൽ മഹ്ഫൂദിൽ കണ്ടു എന്ന് പറഞ്ഞിട്ടില്ല. അത് കൊണ്ടുവരണം. അതായത് ഇബ്നു ഖയ്യിം ആകട്ടെ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ ആകട്ടെ ലൗഹിൽ മഹ്ഫൂദിൽ ഞാനത് കണ്ടു എന്നാണ് അയാൾ എന്താക്കിയത് പറഞ്ഞത്. അതായത് ലൗഹിൽ മഹ്ഫൂദിലേക്ക് എത്തി നോക്കി വർത്തമാനം പറയുന്ന ആളായിരുന്നു ഇബ്നു തൈമിയ്യ എന്ന് ഇവരുടെ സൂഫി കഥകൾ സ്ഥാപിക്കാൻ വേണ്ടി ഇബ്നു തൈമിയ്യയുടെ പേരിൽ എന്താക്കാണ് കളവ് പറയണം. ഇബ്നു ഹജറിൻ്റെ പേരിൽ ഒരു കളവ് പറഞ്ഞു. അതേപോലെ തന്നെ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലയുടെ പേരിലും കളവ് പറയാണ്. യഥാർത്ഥത്തിൽ ഇബ്നു ഖയ്യിമുൽ ജൗസി റഹിമഹുല്ല ആ വിഷയത്തിൽ എന്താ പറഞ്ഞത് അത് അദ്ദേഹം വായിച്ചപ്പോൾ അതേപോലെ തന്നെ വായിച്ചത് സത്യമാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ അയാൾ വ്യാഖ്യാനിച്ചപ്പോൾ എന്താക്കി കളവ് പറഞ്ഞു.
വായിച്ചപ്പോൾ എന്താണ് ഇതിൽ എന്താ താർത്താരികളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ താർത്താരികൾ ഇബ്നു തൈമിയ്യ റഹിമഹുല്ല പറഞ്ഞെന്ത് താർത്താരികൾ വിഷയത്തിൽ പറയാം ലാ തക്സുറു, നിങ്ങളെന്താക്കേണ്ടത് ഇങ്ങനെയോട് വല്ലാതെ ചോദിക്കണ്ട. കത്തബല്ലാഹു തആല ഫി ലൗഹിൽ മഹ്ഫൂൽ അന്നഹും മഹ്സൂമൂന ഫി ഹാദിഹിൽ കർറ. ഈ പ്രാവശ്യം എന്താകും, അവരെന്തായാലും പരാജയപ്പെടും. ഇത് അല്ലാഹ് ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, നിങ്ങൾ ഇന്നോട് കൂടുതൽ ചോദിക്കണ്ടെന്ന് പറഞ്ഞു. ഈ പറയുമ്പോൾ ഇയാൾ പറഞ്ഞ എന്താ, ഇബ്നു തൈമിയ്യ കണ്ടു എന്നാണ്. ഇബ്നു തൈമിയ്യ കണ്ടു എന്ന് ഇബ്നുൽ ഖയ്യിം പറഞ്ഞിട്ടില്ല. ഇനി ഇതിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാരത് എന്താന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇയാൾക്കത് മനസ്സിലാകാത്ത എന്താ വെച്ചാൽ ഇയാളെ നേതാവ് പറഞ്ഞത് അള്ളഹാനോട് ചോദിച്ചാൽ KSRTC പോകാമെന്നാണ്. ഇയാളെ നേതാവ് പറഞ്ഞത് അള്ളഹാനോട് ചോദിക്കാന്ന് പറഞ്ഞാൽ KSRTC പോവുകയാണ്, ഔലിയാക്കളോട് ചോദിച്ചാൽ ബെൻസ് പോണതിന് തുല്യമാണെന്ന്. ഇല്ലെങ്കിൽ തിരുത്തട്ടെ. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം അള്ളാൻ്റെ വാക്കെന്ന് പറഞ്ഞാൽ ഒരു KSRTC കണ്ടക്ടർ പറയണ മാതിരി മാത്രമേ അവർ കാണുന്നുള്ളൂ. അപ്പോൾ ഓൽക്കതിൽ ചിലപ്പോൾ വിശ്വാസം ഉണ്ടായിക്കോളും നിർബന്ധമില്ല. എന്നാൽ ഇബ്നു തൈമിയ്യ അങ്ങനെയല്ല. അള്ളാൻ്റെ വാക്കിനെ ഇബ്നു തൈമിയ്യ റഹിമഹുല്ല കാണുന്നത് സഹാബത്ത് കണ്ടതുപോലെയാണ്. അതുകൊണ്ടാണ് അനസ് ബിൻ നളർ റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞ വർത്താനം ഉണ്ടല്ലോ, ഇതേപോലെ പറഞ്ഞതാണ്. കാരണം അള്ളാഹുവിലുള്ള വിശ്വാസം, ആ വിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇബ്നു തൈമിയ്യ റഹിമഹുല്ല പറഞ്ഞത്. എന്താ വിശ്വാസം? വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഗാഫിറിലെ 51-ാമത്തെ ആയത്തിൽ അള്ളാഹ് പറഞ്ഞു, ഇന്നാ ലനൻസുറു റുസുലനാ വല്ലദീന ആമനു ഫിൽ ഹയാത്തി ദുനിയ വയൗമ യഖൂമുൽ അഷ്ഹാദ്. ഈ ആയത്താണ് ഇതിനെ വിശദീകരണം നൽകിയെടുത്ത് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ വീണ്ടും മഹാനായ ആലുംറാനിൽ വന്നിട്ട് 139-ാമത്തെ ആയത്ത് അള്ളാഹ് പറയാ, വലാ തഹിനു വലാ തഹ്സനു അൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ. അതുപോലെ തന്നെ അതേ സൂറത്തിൽ തന്നെ വീണ്ടും കാണാം. പിന്നെ സൂറത്ത് സാഫാത്തിലെ 171 മുതൽ 73 വരെയുള്ള ആയത്തുകൾ, വലഖദ് സബഖ്തു കലിമത്തുന ലിഇബാദിന അൽ മുർസലീൻ ഇന്നഹും ലഹും മൻസൂറൂൻ വ ഇന്ന ജുന്ദന ലഹും ഗാലിബൂൻ. ഇതിലൊക്കെ എന്താ ഉള്ളത്? ഇതൊക്കെ ലൗഹുൽ മഹ്ഫൂദിൽ എഴുതിച്ചതാണ്. അതന്നെയാണ് അള്ളാഹ് എന്താക്കിയത്, വിശുദ്ധ ഖുർആനായിട്ടുണ്ട് അവതരിപ്പിച്ചു തന്നത്. അപ്പോൾ വിശ്വാസികൾ വിജയിക്കും, അള്ളാൻ്റെ മാർഗത്തിൽ ഇഖ്ലാസോട് കൂടി ഇറങ്ങുന്ന വിശ്വാസികൾ വിജയിക്കുമെന്നത് അള്ളാഹ് എന്താക്കിയതാണ്, ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തിയതാണ്. ആ രേഖപ്പെടുത്തിയ എന്നതിനെയാണ് ആര് പറഞ്ഞിട്ടുള്ളൂ? ഇബ്നു തൈമിയ്യ പറഞ്ഞിട്ടുള്ളൂ. അല്ല ഞാൻ കണ്ടു എന്ന് പറഞ്ഞിട്ടില്ല. മുത്തുക്കോയ തങ്ങൾ പറഞ്ഞ മാതിരി, ഇയാൾ പറഞ്ഞ മാതിരി പറഞ്ഞിട്ടില്ല. ഹലീമി പറഞ്ഞ മാതിരി എന്താക്കിയിട്ടില്ല, പറഞ്ഞിട്ടില്ല. അത് നമ്മൾ അതങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. എന്തേ കാരണം? ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് എന്താ പറഞ്ഞത്? അമ്മൽ ഇഅ്തിഖാദു ഫലാ യുഖദു അന്നി വലാ അമ്മൻ ഹുവ അക്ബറു മിന്നി. എന്നെടുത്ത് നിങ്ങൾ സ്വീകരിക്കേണ്ട, എന്നെക്കാളും വലിയ ആൾക്കാരൊക്കെ നിങ്ങൾ എന്താക്കേണ്ട, സ്വീകരിക്കേണ്ട. ബൽ യുഖദു അനില്ലാഹി വ റസൂലിഹി വമാ അജ്മഅ അലൈഹി സലഫുൽ ഉമ്മ. ഇത് ഇബ്നു തൈമിയ്യ വെറുതെ പറഞ്ഞതല്ല. കാരണം അഹ്ലുസുന്നയുടെ അടുക്കൽ ഇഅ്തിഖാദി വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം എടുക്കുമ്പോൾ ആ കാര്യം എടുക്കുന്ന ഘട്ടത്തിൽ 3 അസ്ലുകൾ അവർ പ്രധാനമായി കണ്ടെടുക്കേണ്ടതാണ്. ഒന്നാമത്തെ അന്നഹും ലാ യഖുദൂന മുഅ്തഖിദാതിഹിം ഇല്ലാ മിനൽ കിതാബി വസ്സുന്ന. വിശ്വാസ കാര്യങ്ങൾ അഹ്ലുസുന്ന ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും മാത്രമേ സ്വീകരിക്കുള്ളൂ. ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും മാത്രമേ സ്വീകരിക്കുള്ളൂ. രണ്ടാമത്തത് അന്നഹും ലാ യഫ്ഹമൂന അദില്ലത്തൽ കിതാബി വസ്സുന്ന ഇല്ലാ അലാ ഫഹ്മി സലഫ്. സഹാബിമാരെങ്ങനെയാണോ ആ ഖുർആനിക ആയത്തിനെ മനസ്സിലാക്കിയത്, അതേപോലെ തന്നെ ഹദീസിനെ മനസ്സിലാക്കിയത്, ആ രൂപത്തിൽ അവരെന്താക്കുള്ളൂ, എടുക്കുള്ളൂ. അതുപോലെ തന്നെ മൂന്നാമത്തെ അന്നഹും ലാ യതകഹമൂന ബിഉഖൂലിഹിം ഫീമാ വറാഇൽ ഗൈബ്. കാരണം ഇഅ്തിഖാദിയായ വിഷയങ്ങൾ തന്നെ മിൻ വറാഇൽ ഗൈബാണ്, ഗൈബിലുള്ളതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ അവരെന്താക്കൂല, അവരുടെ തല പ്രവേശിപ്പിക്കൂല, അവനാൻ്റെ ബുദ്ധി കൊണ്ട് എന്താക്കൂല, ആലോചിച്ചുണ്ടാക്കൂല എന്ന്. അതാണ് നേരത്തെ ഞാൻ ഇമാം ഖത്താബിയുടെ വാക്കുകൾ എന്താക്കിയത്, മഹാനായ ഇബ്നു ഹജർ റഹിമഹുല്ല ഇതേ ഹദീസിൻ്റെ വിശദീകരണത്തിൽ വിശദീകരിച്ചാണ് നമ്മൾ എടുത്തു പറഞ്ഞത്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇബ്നു ഹജർ മുശ്രിക്കല്ല എന്ന് നമ്മൾ അർപ്പിച്ച് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇബ്നു ഹജർ റഹിമഹുല്ല ഗൈബുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തന്നെ വേറെയും കാര്യങ്ങൾ എന്താക്കിയിട്ടുണ്ട്, ഇതേ ഫത്തുൽ ബാരി പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് എന്താക്കാം എടുത്തിടാം, നമുക്കത് വായിക്കാൻ പഠിക്കാൻ ഒരു പ്രശ്നമില്ല. നമുക്ക് നിങ്ങളത്ര എന്തായിട്ടില്ല, കിതാബ് തിരിഞ്ഞിട്ടില്ല എന്ന് തന്നെ വിചാരിച്ചോളി. നമുക്ക് എന്തിനുള്ളതിനും ഖുർആനിൽ നിന്ന് കാര്യം മനസ്സിലാക്കാനും ഹദീസിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് എങ്ങനെയാണ് സഹാബത്ത് മനസ്സിലാക്കിയിട്ടുള്ളത് അങ്ങനെ മനസ്സിലാക്കാനുള്ള തൗഫീഖുണ്ട്. അത് നിലനിർത്തിത്തേട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമേ നമുക്കുള്ളൂ. അതേ സമയത്ത് ഏതെങ്കിലും സൂഫിയാക്കൾ എന്തെങ്കിലും ഹദ്ദസനി ഖൽബി അൻ റബ്ബി എന്ന് പറഞ്ഞിട്ട് എൻ്റെ മനസ്സിലിങ്ങനെ പറയുന്നുണ്ട്, പഠിച്ചവനത് പറഞ്ഞെന്നാന്ന് പറഞ്ഞിട്ട് പറയുന്ന ആ വർത്തമാനത്തിന് നമ്മളെന്താവില്ല, കിട്ടില്ല. അപ്പോൾ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ല സത്യത്തിൽ ഇതിനെ ഈ പറഞ്ഞ സാധനത്തെ, അതായത് ഈ ഗൈബിയായ കാര്യങ്ങൾ ഇവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കഴിഞ്ഞ പ്രൂഫ് പോയിന്റിൽ
ഗൈബിയായ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു, നിസബിയായ ഗൈബുണ്ട്, മുത്തലക്കായ ഗൈബുണ്ട്. നിസബിയായ ഗൈബുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ ഈ ഹദീസിൻ്റെ വിശദീകരണത്തിൽ നടത്തുന്നുണ്ട്. അതായത് ഉറക്കത്തിൽ കാണുന്നതുമായി ബന്ധപ്പെട്ട് പ്രവാചകന്മാരുടെ സ്വപ്നങ്ങളെന്ന് പറയുന്നതും അതുപോലെ തന്നെ സ്വാലിഹ്യങ്ങളുടെ സ്വപ്നങ്ങളെന്ന് പറഞ്ഞതുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ അത് പറയുമ്പോൾ മറ്റുള്ള ആളുകൾക്ക് അറിയാത്ത പല കാര്യങ്ങളും എന്താക്കും, അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സ്വപ്നത്തിലൂടെയും മറ്റും അറിയിച്ചു കൊടുക്കും. അത് മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം അത് ഗൈബായിരിക്കും. ഇത് അള്ളാഹു ഇവർക്ക് അറിയിച്ചു കൊടുക്കുന്നതോട് കൂടി എന്തായി, അവരുടെ ഇൽമു ഷഹാദയിലേക്ക് അതെന്തായി കഴിഞ്ഞു, വന്നു കഴിഞ്ഞു എന്നതല്ലാതെ അള്ളാഹുവിൻ്റെ ഗൈബ് മറ്റുള്ള ആളുകൾക്ക് അറിയും, അതല്ലെങ്കിൽ ലാഹുൽ മഹ്ഫൂദിലേക്ക് നോക്കി ഇങ്ങനെ കാര്യങ്ങൾ കാണാനും അതേപോലെ തന്നെ തലീകെട്ട് എറിഞ്ഞേക്കാൻ ടൈമിലുള്ള എഴുത്ത് മായ്ക്കാനൊക്കെ കഴിയുന്ന ആളുകളാണ് ഔലിയാക്കളെന്ന് പറഞ്ഞതിന് അതിനാണ് നമുക്ക് എന്ത് പറഞ്ഞത് തെളിവ് വേണ്ടത്. അതിന് ഇബ്നു ഹജറിൻ്റെ ഈ ഫത്തുഹുൽ ബാരിയിൽ തൽക്കാലം മുസ്ലിയാർക്ക് തെളിവില്ല എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അലം. എന്നാലും കൂട്ടിച്ചേർക്കാൻ അതിൽ ഇപ്പോൾ അവസാനം നമ്മൾ ഈ ഒരു മൻഹജുസ്സലഫിൻ്റെ വിഷയം പറഞ്ഞല്ലോ. അതായത് പൊതുവെ ഈ സംസ്ഥക്കാരെ ഈ ഒരു കാര്യം ആലോചിക്കുമ്പോൾ വളരെ സങ്കടമാണ്. പലപ്പോഴും ഖുർആനും സുന്നത്തും എന്നത് ഒരു മുഖ്യ ചർച്ചയിലേ വരാറില്ല എന്നുള്ളതാണ്. എവിടെ നോക്കിയാലും ഏത് വാദത്തിൽ നോക്കിയാലും ഏതെങ്കിലും അറബിയിൽ അവിടുന്ന് ഇവിടുന്ന് എഴുതിയ വാചകങ്ങൾ വായിക്കും, അതെങ്കിലും അവിടുന്ന് ഇവിടുന്ന് കഷ്ടം മുറിച്ച കാര്യങ്ങൾ വായിക്കുക എന്നുള്ള കാണാൻ പറ്റുക. അപ്പോൾ അവസാനം പറഞ്ഞ ആ പോയിൻ്റ് ഒന്ന് മനസ്സിൽ ഓരോരുത്തരും കോറിയിടണം. ഒന്ന്, നമ്മൾ അഖീദ സ്വീകരിക്കണമെങ്കിൽ ഒന്ന് ഖുർആൻ സുന്നത്താണ്. രണ്ട്, ആ ഖുർആൻ സുന്നത്തിന് തോന്നിയ മാതിരി വ്യാഖ്യാനിക്കാൻ പാടില്ല. അല്ലെങ്കിൽ മൻഹജു സലഫ് പഠിപ്പിച്ചു സഹാബാക്കൾ താബികൾ. മൂന്ന്, പറഞ്ഞു ബുദ്ധിക്ക് എന്ത് ചെയ്യരുത്, അമിതമായ സ്ഥാനം കൊടുക്കരുത്. അവരവരുടെ ബുദ്ധിക്കനുസരിച്ചല്ല ചിന്തിക്കേണ്ടത്. ഒരു കാര്യം കൂടി ആഡ് ചെയ്യാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ മൊത്തം പ്രമാണങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ എല്ലാം കൂടി കോർത്തിണക്കിയിട്ടായിരിക്കണം മനസ്സിലാക്കേണ്ടത്. ഇത് അലുസുൻ്റെ ഒരു മൻഹജുൽ ഇസ്തിദ്ലാലാണ്. അഖീദ മനസ്സിലാക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ചിലപ്പോൾ നമുക്ക് തോന്നുന്ന ഒരു ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി ഒരു ഹദീസ് എടുക്കും, അപ്പുറത്ത് എന്താണെന്നുള്ളതോ ഇപ്പുറം എന്താണെന്നുള്ളതോ ചർച്ച അറിയുണ്ടാവില്ല. ആ ഹദീസിൻ്റെ സബബ് നുസൂൽ അറിയുണ്ടാവില്ല, ആയത്താണെങ്കിൽ ആയത്തിൻ്റെ പശ്ചാത്തലം അറിയുണ്ടാവില്ല. ഇതൊന്ന് കോർത്തി ഇണക്കിയിട്ട് കാര്യം നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് മാത്രം കൈകാര്യം ചെയ്യുന്ന ഒരു രീതി പൊതുവെ കാണും. ഇത് ഇവിടെയും കാണാണ്ട് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് ഒരു ഇബാറത്ത് എടുത്തെങ്കിൽ അദ്ദേഹത്തിന് തോന്നിയൊരു ഇബാറത്ത് മാത്രം എടുത്തു. അതേ സമയത്തോ അദ്ദേഹത്തിന് ഇബ്നു ഫത്തുൽ ബാരി മറ്റു വന്ന ഇബാറത്തുകൾ അദ്ദേഹം എന്ത് ചെയ്യില്ല, കാണൂല. ഈ ഖുർആനാണെങ്കിലും സുന്നത്താണെങ്കിലും കാണൂല. അപ്പോൾ ഈ പ്രമാണങ്ങളെ മൊത്തത്തിൽ കോർത്തിണക്കിയിട്ടായിരിക്കണം മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ പിഴവിലേക്ക് എത്തുന്നുള്ളത് എന്ത് ചെയ്യാണ്, കൂട്ടിച്ചേർക്കുക. ഇനി ഇബ്നു ഹജറിൻ്റെ ഒരു ഇബാറത്ത് ഞാൻ ഒന്ന് വായിക്കാം. അതായത് അദ്ദേഹം കിതാബുൽ അഹ്കാമിൽ ഇബ്നു ഹജർ അസ്ഖലാനി ഈ ഫത്തുൽ ബാരി തന്നെ പറയുന്ന ഒരു വാചകം ഞാൻ വായിക്കാം. ലിയന്നഹു അതാ ബിഹി റദ്ദൻ അലാ മൻ സഅമ അന്ന മൻ കാന റസൂലൻ ഫഇന്നഹു യഅലമു കുല്ല ഗൈബിൻ ഹത്താ ലാ യഖ്ഫ അലൈഹിൽ മദ്ലൂം. എന്താ ഈ ഒരു വാചകത്തിന് അർത്ഥം? ഈ ഒരു ഹദീസ് പറയാണ്, ആ കിതാബുൽ അഹ്കാമിൽ ഒരു ഹദീസ് കൊണ്ടുവന്നതിന് ശേഷം പറയാണ്, ലാനോ അതാ ബിഹി റദ്ദൻ അലാ മൻ സഅമ. ഈ ഒരു വാചകത്തെ, ഈ ഹദീസിനെ റസൂൽ കൊണ്ടുവന്നത് എന്തിനാണ്? അതാ ബിഹി റദ്ദൻ അലാ മൻ സഅമ, ചില വാദിക്കുന്ന ആളുകൾക്ക് മറുപടി ആയിക്കൊണ്ടാണെന്നാണ് ഇബ്നു ഹജർ. എന്താണ് ആ വാദം? അന്ന മൻ കാൻ റസൂലൻ, ആരാണോ റസൂലാകുന്നത്, ഫഇന്നഹു യഅലമു കുല്ല ഗൈബിൻ, എല്ലാ ഗൈബും റസൂലിനാണ്ട് അറിയുമെന്ന് വാദിക്കുന്ന ആളുകൾക്ക് എന്താണ് മറുപടി ആയിട്ടാണ് പറഞ്ഞത്. ഹത്താ ലാ യഖ്ഫ അലൈഹിൽ മദ്ലൂം. എന്നിട്ട് പോലെ വാദം എന്താണ്? ഒരു അക്രമത്തിന് ഇരയായവൻ്റെ അവസ്ഥ പോലും അദ്ദേഹത്തിന് നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, മറഞ്ഞിരിക്കുന്നില്ല എന്ന് വാദിക്കാൻ വേണ്ടിയിട്ട്. അതേസമയത്ത് ഈ എന്താ പറയുക, ഈ ഇബാദത്തോർ എന്താ പറയുന്നത്, ഇതൊക്കെ എന്ത് ചെയ്യാണ്, റസൂലിനെ സംബന്ധിച്ച് പോലും മറിഞ്ഞിരിക്കുകയാണെന്നാ. അതായത് അള്ളാഹ് അറിയിച്ചു കൊടുത്ത കാര്യങ്ങൾക്ക് അപ്പുറത്ത് അറിയില്ലാന്ന്. ഇത് മറ്റൊരു റിവായത്തിൽ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത് എന്താണ്? അതായത് കിതാബു നിക്കാഹ് തന്നെ അദ്ദേഹം പറഞ്ഞൊരു വാചകം എന്ന് പറഞ്ഞാൽ വഹുവ സിഫത്തുൻ തഖ്തസ്സു ബില്ലാ. ഇത് ഈ ഇൽമുൽ ഗൈബ് എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് മാത്രം ഖാസായ പ്രത്യേകമായ സിഫത്താണ്. ഇങ്ങനെയൊക്കെ എഴുതി വെച്ചത് ആരെന്നെയാണ്? ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ്. ഈ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് ഒരിക്കലും എന്ത് ചെയ്യൂല, നേരത്തെ പറഞ്ഞ പോലെ വാചകം പറയില്ല എന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കുക. അപ്പോൾ മൻഹജു സലഫ് മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ, പ്രമാണങ്ങൾ കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ഈ വിഷയത്തിൽ എന്ത് ചെയ്യേണ്ടി വരില്ല, ഒരു തെറ്റിലേക്ക് പോകേണ്ടി വരില്ല. അള്ളാഹ് ഹക്ക് മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ.